ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പുതിയൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എമർജിങ് ട്രെൻഡാണ് പറഞ്ഞിരുന്നത്. 90-കൾക്ക് ശേഷം ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള വലിയ മാറ്റത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അതിൽ നമ്മൾ ATMനെ കുറിച്ചായിരുന്നു കൂടുതൽ വിശദീകരിച്ച് ATM എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം, അത് യൂസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെല്ലാമാണ് കസ്റ്റമർക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൽ രണ്ടാമത്തെ ATM കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു മാറ്റം, ഒരു ട്രെൻഡ് വന്നത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. നോക്കുക, ദിസ് ഈസ് എൻ ഇലക്ട്രോണിക് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ദിസ് ഈസ് ദ ഇലക്ട്രോണിക് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്, അല്ലേ? ഇപ്പം നമ്മളെ അക്കൗണ്ട് മാനുവലി ആയിട്ടാണ് ഡെബിറ്റും ക്രെഡിറ്റ് ചെയ്യുന്നത്, അല്ല ഇലക്ട്രോണിക്കലി ആണ്. നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയാൽ ഡെബിറ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ ക്യാഷ് വന്നാൽ അത് നാം ക്രെഡിറ്റ് ചെയ്യുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക് ഉപയോഗിച്ചിട്ടാണ്. നമ്മളെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നു, അല്ലേ? ദ ബാങ്ക് കസ്റ്റമേഴ്സ് ക്യാൻ ബൈ goods and services without carrying the cash by using debit or credit card. These cards are issued to the customers by the bankers. This system works on a PIN, personal identification number. The customer swipes the card by using the card reader devices to make the transaction. The development of the electronic banking and internet banking helped the customers to utilize their services. അതായത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ക്യാരി ചെയ്യേണ്ട നമ്മളെ കാർഡ് പോയിന്റ് ഓഫ് സെയിൽസ് മെഷീനിൽ സ്വാപ്പ് ചെയ്തിട്ട് നമ്മളെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പിൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവുകയും സാധനം വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫറിങ് ചെയ്യാം. ആരാണോ സെല്ലർ അവരുടെ അക്കൗണ്ടിലേക്ക്. അടുത്തൊരു ടെലി ബാങ്കിങ് ആണ്. ഇത് ഇച്ചിരി പഴക്കമുള്ളതാണ്. ഇതിപ്പോൾ അത്ര നിലവിലില്ല. നമ്മുടെ സാധാ ലാൻഡ് ഫോണിൻ്റെ helped. It is increasingly used in these days. It is a delivery of the channel for marketing banking services. Customer can do the non-cash business related to the banking over the phone anywhere and at any time. The automatic voice recorder are used for rendering the telebanking services. അതായത് ഇവിടെ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പഴയതൊന്നുമല്ല. ഇപ്പോൾ ടെലിബാങ്കിങ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ബാങ്കിൽ നിന്ന് ലോണ്, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ഒരു കോൾ റെക്കോർഡർ സർവീസ് നമ്മളെ ഫോണിലോട്ട് വരും, അല്ലേ? അപ്പം നമുക്കൊരു EMI അടയ്ക്കാനുണ്ടെങ്കിലും ഫസ്റ്റത്തെ ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് 5 ഡേയ്സിലാണ് അതിൻ്റെ അടവ് വരിക. പക്ഷെ നമുക്കൊരു 2-3 ഡേയ്സ് ബാക്ക് തന്നെ നമ്മളെ ഫോണിലേക്ക് ഒരു റെക്കോർഡർ വോയിസ് വന്നിട്ട് പറയും, നിങ്ങളെ അടയ്ക്കാനുണ്ട് ഇത്ര ക്യാഷ്, അപ്പോൾ നിങ്ങളെ ബാങ്കിൽ ഇത്ര ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോൺ കോൾ വരും. അത് ഓട്ടോമാറ്റിക് കോളാണ് വരുന്നത്. അതുപോലെ തന്നെ ടെലി ബാങ്കിങ് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നും നമുക്ക് റിമൈൻഡർ ഇല്ലായിരുന്നില്ലേ പണ്ട്, അത്തരത്തിലുള്ള. പിന്നെ പറയുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. നമ്മൾക്ക് വളരെ ഇന്നത്തെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾക്ക് മൊബൈലത്തോടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ബാങ്കിങ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം മൊബൈൽ ഇറങ്ങിയപ്പോൾ നമുക്ക് 2-3 ഫങ്ഷൻസ് ആയിരുന്നു. ഇന്നിപ്പോൾ മൊബൈൽ ഫോണിലില്ലാത്ത സൗകര്യങ്ങൾ അപൂർവമാണ്. അപ്പോൾ അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിങ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യാൻ, ഒരുപാട് തരത്തിലുള്ള പർച്ചേസിങ്, പേയ്മെൻറ്റ്സ് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, ഗ്യാസ് കണക്ഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ് ഒക്കെ ബാലൻസ് ചെക്ക് ചെയ്യാനൊക്കെ മൊബൈൽ ഫോൺ വിത്ത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ മൊബൈൽ ബാങ്കിങ് എന്നുള്ളത്. അടുത്ത ഹോം ബാങ്കിങ് നോക്കി. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇന്നോവേഷൻ took place in Indian banking sector. The customers can perform a number of transactions from their home or office. They can check the balance, transfer fund and the help of a telephone, but it is not popularly utilized in our country. അപ്പം ഹോം ബാങ്കിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഇത് അത്ര അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും അതുപോലെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ഏത് ഡിവൈസ് യൂസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം, അല്ലേ? ബാങ്കിങ് ഫംഗ്ഷൻ നടത്തുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് വിളിക്കുന്നു. It is a recent trend in Indian banking sector. It is the result of the development took place in the information technology. Internet banking means any user or a customer with the personal computer and browser can get connected to his bank and website, perform any service possible through the electronic delivery channel. There is no human operator present in the remote location to respond. All the service listed in the menu of the bank website will be available.
അതായത് നമ്മൾക്ക് അതുപോലെ തന്നെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ലോണിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, ഡെപ്പോസിറ്റിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, അവർ RTGS സംവിധാനം എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അതുപോലെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗാഡ്ജറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് മാത്രമല്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് their website we can do a number of banking transactions and we can collect a lot of information regarding the banking facilities. അപ്പോൾ അത് വളരെ ഉപകാരമായ ഒന്നാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. നിങ്ങൾ നോക്കുക. പിന്നീട് പറയുന്നത് ഡിമാറ്റ് ബാങ്കിങ്. എന്താണ് ഡിമാറ്റ്? നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഡിമാറ്റ്. നമുക്ക് ഒരുപാട് പ്രധാനമായിട്ട് 3 അക്കൗണ്ടുകളാണെന്ന് അറിയപ്പെടുന്നത്. ഒന്ന് ബാങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കണം അക്കൗണ്ട്, ഒന്ന് അതുപോലെ തന്നെ പാൻ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു, അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്ന ഡീമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺലൈനായിട്ട് ഷെയർ വാങ്ങുന്നതിനും ഷെയർ വിൽക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ്. ഈ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? ബാങ്കിൽ തന്നെയാണ്. അത്രയേ ഉള്ളൂ അതിൽ ഡിമാറ്റ് അക്കൗണ്ട്. ഇത് 2 മാർക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് വാട്ട് യു മീൻ ബൈ ഡിമാറ്റ് ബാങ്കിങ്? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഡീമാറ്റീരിയലൈസേഷൻ ആണ്. പിന്നെ പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് ആൻഡ് സ്മാർട്ട് കാർഡ്. 3 കാർഡുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് ഞാൻ ഈ എക്സ്പ്ലനേറ്റർ ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞുതരാം. ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഒരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു, അതിൽ നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് നമുക്കൊരു കാർഡ് തരും. ബാങ്കിൽ വന്നിട്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്യേണ്ട നിങ്ങൾക്ക് ATM കൗണ്ടറിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് വിത്ഡ്രോവൽസ് നടത്താം. എന്നാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കടം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് നമ്മളെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആണ്, സേവിങ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു, നമ്മൾ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബാങ്ക് നമ്മൾക്ക് കടമായിട്ട് ഒരു 50,000 രൂപ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ കടം നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് വിത്ഡ്രോവൽ നടത്താൻ പറ്റില്ല ആ ക്യാഷ്. ഡെബിറ്റ് കാർഡിൽ നമ്മളെ ക്യാഷാണ് 50,000 രൂപ. ആ 50,000 രൂപ വെച്ച് നമുക്ക് വിത്ഡ്രോവൽസ് നടത്താം, ക്യാഷായിട്ട് വിത്ഡ്രോവൽസ് നടത്താം, പർച്ചേസ് നടത്താം, വേറെ ക്യാഷ് കൊടുക്കാം. എന്നാൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എന്ത് കാര്യത്തിന് മാത്രമേ കൂടുതൽ ഉപയോഗിക്കുള്ളൂ? പർച്ചേസിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, പർച്ചേസ് ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50,000 രൂപ ബാങ്ക് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ ഒരു 5,000 രൂപയുടെ പർച്ചേസ് തരികയാണെങ്കിൽ പർച്ചേസ് നമ്മൾ നടത്തി നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അത്രയും ക്യാഷ് പോകും. പക്ഷേ നമ്മൾക്ക് അവർ ഒരു 30 to 45 ഡേയ്സ് തരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ആ ക്യാഷ് അടയ്ക്കണം. അപ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ്, പെനാൽറ്റി പലതുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് കാർഡിൽ നമ്മൾ വിത്ഡ്രോ ചെയ്യുന്ന ക്യാഷ് നമ്മളെ ഓൺ മണിയാണ്. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത് നമ്മളെ പണമല്ല, ബാങ്കിൻ്റെ പണമാണ്. അത് നമുക്ക് പണത്തിൻ്റെ രൂപത്തിൽ വിത്ഡ്രോ ചെയ്യാനും പറ്റില്ല, പർച്ചേസ് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഐ ഹോപ്പ് you understood the major difference. നോക്കാം. ക്രെഡിറ്റ് കാർഡ് ഈസ് എ കാർഡ്. ക്രെഡിറ്റ് കാർഡ് is a small plastic card issued to the user as a system of the payment. It allows its holder to buy goods and services based on the holder's promise to pay for these goods and services. The issuer of the card creates a revolving account and grants a line of credit to the customer or user from which the user can borrow the money for the payment to the merchant as the cash advance to the user. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് ഇടണം, നമുക്കത് യൂസ് ചെയ്യാം. ഇത്രമാണ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ആകാൻ പാടില്ല. ഇനി അതിൽ വരുന്നതാണ് സ്മാർട്ട് കാർഡ്. സ്മാർട്ട് കാർഡ് സംതിങ് ഡിഫറെൻ്റ് ആണ്. അത് സ്മാർട്ട് കാർഡ് മേ ബി അത് ഡെബിറ്റ് കാർഡ് എടുക്കാം, ക്രെഡിറ്റ് കാർഡ് എടുക്കാം. പക്ഷേ ആ കാർഡിന് ഒരു മൈക്രോ പ്രോസസ്സർ ചിപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് സ്മാർട്ട് കാർഡ് റിസംബിൾസ് എ ക്രെഡിറ്റ് കാർഡ് in size, shape, but inside it is a completely different. ഇതൊരു ക്രെഡിറ്റ് കാർഡ് പോലെ ആയിരിക്കും, പക്ഷെ അതിന് ഇൻസൈഡ്, അതിൻ്റെ ഉൾവശം നമ്മൾ വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാസ് ആൻ ഇൻസൈഡ്. എ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഈസ് എ സിമ്പിൾ പീസ് ഓഫ് ദ പ്ലാസ്റ്റിക്. ദ ഇൻസൈഡ് ഓഫ് ദ സ്മാർട്ട് കാർഡ് യൂഷ്വലി കണ്ടെയ്ൻ an embedded microprocessor. The microprocessor is under a gold contact pad on side of the card, and the smart card may have up to 8 kilobytes of RAM to 344 kilobytes of ROM.
256 kilobyte of programmable RAM and a 16-bit microprocessor. The most common smart card applications are ഇതെന്തൊക്കെ ഇത് ഇലക്ട്രോണിക് ക്യാഷിന് ഉപയോഗിക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി സിസ്റ്റമാണ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക, ലോയൽറ്റി സിസ്റ്റം ആകാം, അതിന് ബാങ്കിങ്ങിന് ഉപയോഗിക്കുക, സാറ്റലൈറ്റ് ടി വിക്ക് ഉപയോഗിക്കുക, ഗവൺമെൻറ് ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കുക. ഒരുപാട് നമ്മുടെ ഡാറ്റാസ് ഫുള്ളും അതിലുള്ളൊരു കാർഡാണ്. എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത് സ്മാർട്ട് കാർഡ്. ഇത് ഇന്ത്യയിൽ അത്ര അങ്ങോട്ട് സാധാരണ ജനങ്ങളിൽ അത്ര അത് വെൽ ഫേമസ് അല്ല. പിന്നെ പറഞ്ഞത് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റമാണ്. ഞാൻ ഡീറ്റെയിൽസ് വായിക്കാതെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ബാങ്കിൽ ഒരു ചെക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ ചെക്കിൽ നമ്മൾ ഡേറ്റ് ഡേറ്റ് എഴുതണം, എമൗണ്ട് വേർഡ്സിൽ ആൻഡ് ഫിഗറിൽ എഴുതണം, പിന്നെ നമ്മളെ ഹോൾഡർ അതിൽ സൈൻ ചെയ്യണം, പേരിൻ്റെ മുകളിൽ ബാക്കിൽ അത് എന്ത് ചെയ്യണം എൻഡോസ് ചെയ്യുകയും ചെയ്യണം. ചെക്ക് പ്രസൻറ്റ് ചെയ്താൽ ക്യാഷ് കിട്ടും. പക്ഷേ നേരെ മറിച്ച് നമ്മൾക്ക് വേറൊരാൾ, നമുക്കിപ്പോൾ എസ് ബി ഐയിലാണ് അക്കൗണ്ട് വിചാരിക്കുക, നമുക്കൊരാൾ 5000 രൂപ തരുന്നുണ്ട്. അപ്പോൾ അയാളെ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൽ 5000 രൂപയുടെ ചെക്ക് വന്നു. അത് നമ്മളെ ബാങ്ക് കൊണ്ടുകൊടുത്ത് നമ്മളെ ബാങ്കിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. പക്ഷേ രണ്ട് വ്യത്യസ്തമായ ബാങ്കാണില്ലേ. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കളക്ഷന് പോകണം. ആദ്യം ഈ എസ് ബി ഐ ബാങ്കിലുള്ള ആൾ ഫെഡറൽ ബാങ്കിൽ ചെക്കിട്ട് അവിടെ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്തിട്ട് അത് കൺഫേം ആക്കിയിട്ട് നമുക്ക് ക്യാഷ് പെട്ടെന്ന് തരാൻ പറ്റും. അതിനാണ് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കാം. ട്രാൻസാക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റോപ്പിംഗ് ദ ഫ്ലോ ഓഫ് എ ഫിസിക്കൽ ചെക്ക് ഇഷ്യൂഡ് ബൈ എ ഡ്രോയർ ടു ദ ഡ്രോയി ബ്രാഞ്ച്. അല്ലേ, ഡ്രോയി ബ്രാഞ്ചിലേക്ക് ഫിസിക്കലി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ദ ഫിസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി ട്രuncated at the some point en route to the DROI branch and an electronic image of the check would be sent to the DROI branch along with the relevant information like a MIC അതായത് മാഗ്നറ്റഡ് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ്. ഫീൽഡ് ആകാൻ ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് പ്രസൻറ്റിംഗ് ബാങ്ക്. അത് പ്രസൻറ്റിംഗ് ബാങ്കിലേക്ക് നമുക്ക് ഇലക്ട്രിക്കലി അയക്കാൻ പറ്റും. അവരവിടുന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അയക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റും. അപ്പം ഇവിടെ നിന്ന് ഇലക്ട്രോണിക്കലി എസ് ബി ഐന്ന് ഫെഡറൽ ബാങ്കിലേക്ക് കൊടുക്കും. അവരത് വെരിഫൈ ചെയ്യുന്നു, കൺഫർമേഷൻ തരുന്നു. എസ് ബി ഐയിൽ ആ ആളെ അക്കൗണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം എടുക്കുക. നിങ്ങൾക്ക് എസ് ബി ഐയിൽ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ക്യാഷ് തരാനാണ് ഫെഡറൽ ബാങ്കിലുള്ള ആളാണ്. ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള ആൾ 5000 രൂപയുടെ ചെക്ക് നമുക്ക് തന്നു. നമ്മൾ എസ് ബി ഐയിൽ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിന് ഇത് ഇലക്ട്രോണിക്കലി അങ്ങോട്ട് അയക്കുന്നു, ഫെഡറൽ ബാങ്കിലേക്ക് അയക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരുന്നു. നമ്മൾ അക്കൗണ്ടിലേക്ക് അത്രയും ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നു. പണ്ട് അങ്ങനെയല്ല, ഇത് ഫിസിക്കലി അവിടെ ചെല്ലണം. ഇന്നിപ്പോൾ അത് ഫിസിക്കലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട. അത്തരം സിസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ചെക്ക് ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോഷ്യൽ ബാങ്കിങ് ഉണ്ട്, നോ ഫ്രിൽസ് അക്കൗണ്ട് ഉണ്ട്, ഓഫ്ഷോർ ബാങ്കിങ് ഉണ്ട്. എന്താണ് സോഷ്യൽ ബാങ്കിങ്? സോഷ്യൽ ബാങ്കിങ് മീൻസ് banking policy to meet the socio-economic obligation of the country. It includes the allocation of credit according to the requirement of the planned economic ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. അതായത് നമ്മുടെ ഈ ബാക്ക്വേർഡ് ഏരിയ അതുപോലെ തന്നെ പ്രയോറിറ്റി സെക്ടറിലായിരിക്കും. ആ ഏരിയയ്ക്ക് നമ്മൾ കൂടുതൽ ലോണും മറ്റു കാര്യങ്ങളും കൊടുത്ത് അവിടെ കൂടുതൽ പ്രൊഡക്റ്റീവ് പർപ്പസ് ചെയ്ത് കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതി, അവിടെ ക്രെഡിറ്റ് വന്ന് കൂടുതൽ ജനങ്ങളിൽ ഫണ്ട് വന്ന് അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ ബാങ്കിങ്. ബാക്ക്വേർഡ് ഏരിയയ്ക്ക് നമുക്കറിയാം, എല്ലാ ബാങ്കിൻ്റെയും ബ്രാഞ്ചസ് നമുക്ക് ടൗൺ ഏരിയകളിലാണ് കാണാൻ പറ്റുക. നമ്മളെ ഈ ചുറ്റുവട്ടത്ത് എസ് ബി ഐൻ്റെതോ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയൊന്നും ബ്രാഞ്ചസ് കാണില്ല. അപ്പോൾ അവർ ഇങ്ങോട്ട് വരണം, അതായത് ബാക്ക്വേർഡ് ഏരിയയ്ക്ക് വരണം. അതാണ് സോഷ്യൽ ബാങ്കിങ്. നോ ഫ്രിൽസ് അക്കൗണ്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് മിനിമം ബാലൻസ് ഇത്ര എമൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് സബ്സിഡീസ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് ബാങ്കിലൂടെയാണ്. അപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ മിനിമം ഇത്ര എമൗണ്ട് വേണമെന്ന്, അത് അവരെ കയ്യിലില്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആർ ബി ഐ എന്ത് ചെയ്തു, നോ ഫ്രിൽസ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുത്തു. അതായത് സീറോ ബാലൻസിൽ. അതിന് ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന അക്കൗണ്ട്. ജൻധൻ അക്കൗണ്ട് നമുക്ക് സീറോ ബാലൻസിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഇതിന് തന്നെ BSBD എന്ന അക്കൗണ്ടും എന്ന് പറയാറുണ്ട്. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓഫ്ഷോർ ബാങ്കിങ്. ഓഫ്ഷോർ ബാങ്കിങ് ഈസ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കൺട്രി ഓഫ് ദ റെസിഡൻസ് ഓഫ് ദ ഡെപ്പോസിറ്റർ. ടിപ്പിക്കലി ഈസ് ഇൻ ലോ ടാക്സ് ഏരിയ, പ്രൊഡ്യൂസ് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വൈസ്. അതായത് നമുക്ക് ഓഫ്ഷോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈസ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് നിന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഓഫ്ഷോർ ബാങ്കിങ്. ഓഫ്ഷോർ ബാങ്കിങ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള
സൗകര്യങ്ങളാണ് ഓഫ്ഷോർ ബാങ്കിങ്ങാണ് നടത്തുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കും, നമ്മുടെ രാജ്യത്ത് ആവില്ല. പിന്നെ പറയുന്നതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾക്കറിയാം ഒരുപാട് ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും, മെസ്സേജ് വരും. ഇപ്പോൾ എമൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഡിഡക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 1990-കളിൽ 95 തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സിസ്റ്റം കൊണ്ടുവരും. അതായത് കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇവിടുന്ന് ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ആണ്. അതായത് ബാങ്കിൻ്റെ ഫണ്ട് എങ്ങനെയൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ ആഡിക്വസി, അത് എത്രത്തോളം ഫണ്ട് ഇവിടെ സ്റ്റോർ ചെയ്യണം, എത്രത്തോളം ലോൺ കൊടുക്കും, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എമർജിങ് ട്രെൻഡ്സിൽ വരുന്നത്. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കി പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഏരിയയിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ.